ടീം ഗ്ലോബൽ അവതരിപ്പിക്കുന്ന 2025 തമ്മിൽ തമ്മിൽ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ 34ാം ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് കടന്നു വന്ന ബിടെക് പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ച നമ്മുടെ പ്രിയങ്കരിയായ നാട്ടുകാരി ആയിഷ നസ്ലി. മാത്രവുമല്ല, കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 300-ലധികം വോട്ടുകൾ നേടിയ ഒരു പിതാവിന്റെ മകള് കൂടിയാണ്. ആ പ്രിയങ്കരിയായ നാട്ടുകാരിയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് ആയിഷ നസ്ലിയുടെ വിശേഷങ്ങളൊക്കെ, പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, നല്ല വിശേഷം, നല്ല റാഹത്തായ പോലെ പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. പ്രബലമായ 2 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന നമ്മുടെ 34ാം ഡിവിഷനിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കടന്നു വരിക എന്ന് പറയുമ്പോൾ അതിലല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അവർക്കിടയിൽ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കടന്നു വരാനുള്ള പ്രചോദനം എവിടെ നിന്ന് കിട്ടി? അതിന്റെ ലിമിറ്റേഷൻ അനുസരിച്ച് ഓല് പറയുമ്പോൾ നമ്മള് കേൾക്കേണ്ടി വരും. പക്ഷെ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എനിക്ക് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ, അതായത് മറ്റൊരാളെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ആയിഷ നസ്ലിക്ക് ഇതിന്റെ മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിചയം? ഇനി അതൊന്നും അല്ല, ആരുടെയൊക്കെയോ നിർബന്ധപ്രകാരം എന്തെങ്കിലും ആയി അവസാനം വന്ന ഒരു സ്ഥാനാർത്ഥി ആയി നിന്നതാണോ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല, പക്ഷെ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പരിചയമുണ്ട്. പിന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഞാൻ സ്വയമേ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെയാണ് ഇറങ്ങി തിരിച്ചത്. ഈ വർത്തമാന കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഭാരിച്ച സംഖ്യ തന്നെ ചെലവുണ്ട്, നമുക്കൊക്കെ അറിയാം. അപ്പോ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ഒരു പിതാവിന്റെ മകള് എന്നുള്ള നിലക്ക് ഈ തുക എവിടുന്നാ കണ്ടെത്തുന്നത്? വീട്ടിൽ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞാൽ അതിൽ തരക്കേടില്ലാത്ത ഇപ്പൊ ജോബ് കയറിന്. പിന്നെ എന്റെ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. എന്തൊക്കെ തന്നെ എന്റെ സോഴ്സ് ഓഫ് ഇൻകം. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഒരുപാട് വീടുകളൊക്കെ കയറി സന്ദർശിച്ചു, ഒരുപാട് വോട്ടർമാരൊക്കെ കണ്ട് നേരിൽ സംസാരിച്ചു. ഇതിനിടയിൽ അത്യാവശ്യമായി ഈ ഡിവിഷനിൽ ചെയ്യണമെന്ന് തോന്നിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നിയ ചില വികസനങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോ അവർക്ക് പരാതികൾ മാത്രമേ പറയാനുള്ളൂ. അവർക്ക് അത്യാവശ്യമായിട്ട് ഈ റോഡില്ല, വെള്ളമില്ല, ലൈറ്റ്, ഇതൊക്കെയാണ് മെയിൻ റീസൺ അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ വന്ന വഴിയാണ് ഈ പറ്റൂച്ചാല് റോഡ് തന്നെ, അതിന്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പൊ നമുക്ക് മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ട നടപടികളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളാ മലയൊക്കെയുള്ള റോഡ് തന്നെ എങ്ങനെയുള്ള അവസ്ഥ? പല റോഡിലും പല കുഴപ്പങ്ങളുണ്ട്. ചിലത് കെട്ടാത്ത സ്ഥലങ്ങളുണ്ട്, കെട്ടിയ സ്ഥലങ്ങളുണ്ട്. കെട്ടിയിട്ടും പിന്നെ ഒറ്റ പ്രാവശ്യം മാത്രം ടാറിന് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ സ്ഥാനാർത്ഥികളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഈ 24ാം ഡിവിഷനിലാണ് നമ്മുടെ സ്കൂൾ കിടക്കുന്നത്, GLP സ്കൂൾ കാതിയോട്. എപ്പോഴെങ്കിലും അവിടെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞാൻ വോട്ട് ചോദിക്കാൻ ആദ്യം ആടെ സന്ദർശിച്ച് അപ്പോ ആദ്യത്തെ പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു സ്കൂള് പൂട്ടി പോവാന്നുള്ള നിലക്കാണ് ഇപ്പൊ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 50-60 ഇടയിൽ കുട്ടികൾ മാത്രമേ പാടുള്ളൂ. അവർക്ക് മെയിനായിട്ട് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗ്രൗണ്ടിന്റെ കുറവുണ്ട്. അപ്പൊ പൂട്ടി പോവാതെ നിലനിർത്താനുള്ള എന്തെങ്കിലും ചെയ്യാനൊരു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്ത് കയ്യേരിമുക്ക് അതുപോലെ അവിടെയൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ടോ? നടത്തിയിരുന്നു. അവിടെയൊക്കെ വളരെ ദയനീയമായ അവസ്ഥയാണ്. അവർക്ക് ഇതുവരെ ഒരു അനുകൂലങ്ങളും കിട്ടാത്ത രീതിയിലാണ് അടുത്ത ഒരു പണ്ടത്തെ ഒരു സിസ്റ്റം പോലെയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് മെയിനായിട്ട് റോഡില്ല, വെള്ളം, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഒരു റോഡിന് വേണ്ടിയിട്ട് ഒരു കിണർ വരെ തൂർത്തു കൊടുത്തിന്, പക്ഷെ അവർക്ക് ഇതുവരെ റോഡൊന്നും ആയി കൊടുത്തിട്ടില്ല. പിന്നെ വീടിന് തന്നെ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടു അവർക്ക് വീട് അവർക്ക് മുനിസിപ്പാലിറ്റിന്ന് കൊടുത്തില്ലോ അല്ലേ. അവർക്ക് റെഡിയായി ഇങ്ങനെ പറയാനല്ലാതെ അവർക്ക് ഇതുവരെ അതൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ഒരു പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ. പാവപ്പെട്ട അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അവിടെയൊക്കെ എത്ര പ്രാവശ്യം സന്ദർശനം നടത്തിയിട്ടുണ്ട്? അവിടെയൊക്കെ 2 പ്രാവശ്യം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്.
മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് എനിക്ക് MLA ഫണ്ടും MP ഫണ്ടും ഒക്കെ വാങ്ങിയെടുക്കാൻ പറ്റും. അത് മാക്സിമം ഞാൻ ഇവിടേക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ഡിവിഷനിലെ യൂത്തിന് വേണ്ടിയിട്ടൊക്കെ എന്താ കാണുന്നത്? യൂത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് അവർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം ഗ്രൗണ്ട് ഇല്ലാന്നാണ് ഒരു പരാതി. അപ്പൊ അതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ എത്രയൊക്കെ എടുക്കുന്നത്. യൂത്തിന് വേണ്ടിയിട്ട് എനിക്ക് സ്കിൽ ഓറിയന്റഡ് പ്രോഗ്രാംസ് ഒക്കെ വെക്കാം. പിന്നെ വുമൻസിന് വേണ്ടിയിട്ട് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനുള്ള അതിനുള്ള നടപടികളൊക്കെ എടുക്കാൻ പറ്റും. ഈ ഡിവിഷനിൽ നമ്മുടെ കർഷകര് പലരും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ഈ പന്നിശല്യം അതുപോലുള്ള വിഷയങ്ങൾ, ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ഇതൊക്കെ ഈ ആയിഷ നസ്ലിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ട് കുറെ അനുകൂലങ്ങൾ മുനിസിപ്പാലിറ്റി ഉണ്ട്, പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ അതിന് വേണ്ട നടപടികളൊക്കെ എടുത്തിട്ട് ഒക്കെ കൊണ്ടുവരുന്നത്. ആയിഷ നസ്ലി വിജയിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെയർപേഴ്സണെ തെരഞ്ഞെടുപ്പ് വരും. അപ്പോ വലതു മുന്നണിയുടെ കൂടെയോ അല്ലെ ഇടതു മുന്നണിയുടെ കൂടെയോ ഏത് ഭാഗത്തേക്കായിരിക്കും ആയിഷ നസ്ലിയുടെ സപ്പോർട്ട് ഉണ്ടാകുന്നത്? ഞാൻ ഇപ്പൊ നിൽക്കുന്നല്ലോ, അപ്പൊ ഞാൻ ഇരുന്നിട്ട് ആദ്യം വലത് കാലം നീട്ടണോ ഇടത് കാലം നീട്ടണോ എന്നിട്ടല്ലേ നിൽക്കുമ്പോ തീരുമാനിക്കില്ലല്ലോ. അപ്പൊ ഇരുന്നിട്ടല്ലേ തീരുമാനിക്കുക. യുവത്വത്തിന്റെ ഉറപ്പ്, വികസനത്തിന്റെ കരുത്ത്, നല്ല തലവാചകം. അവസാനമായി ആയിഷ നസ്ലിക്ക് എന്താണ് വോട്ടർമാരായ ജനങ്ങളോട് പറയാനുള്ളത്? എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കാർ അടയാളത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് ചെയ്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് അയക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. ആയിഷ നസ്ലിക്ക് ടീം ഗ്ലോബലിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്യാമറാമാൻ PC ഷൗക്കത്തിനോടൊപ്പം നാസിർ കെ മലയിൽ.